കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ഇൻബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജാണ്, സാറേ എനിക്ക് ഇത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത്, എൻ്റെ ഗ്രേഡ് എന്താ കാണാത്തത്, അല്ലെങ്കിൽ സാറേ ഞാൻ ഇത്രയും മാർക്ക് സ്കോർ ചെയ്തിട്ടും എൻ്റെ ഗ്രേഡ് കാണാൻ പറ്റുന്നില്ലല്ലോ, എന്താ ഇതിൻ്റെ കാരണം, അല്ലെങ്കിൽ എനിക്ക് എന്താ ഗ്രേഡ് തരാത്തത്, 10ാം ക്ലാസ്സിലാകുമ്പോൾ എനിക്ക് ഗ്രേഡ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഈ +1 എത്തിയിട്ട് എന്താ എനിക്ക് മാർക്ക് കാണിക്കുന്നത്, ഞാൻ പാസ്സാണോ തോറ്റുകൊണ്ടോ, ഇതൊന്നും എനിക്കറിയാൻ പറ്റില്ല പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കളെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്യുബോർഡ്. എല്ലാവർക്കും എജ്യുബോർഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൽസമീർ സാർ. അപ്പോൾ ഈ പറയുന്ന കാര്യം വെച്ച് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി മെസ്സേജ് അയച്ചപ്പോൾ എന്നോട് ചോദിച്ച കാര്യമാണ്, സാറേ എനിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത്, എനിക്ക് കിട്ടിയ മാർക്ക് 54 മാർക്കാണ്, എൻ്റെ ഗ്രേഡ് എന്താണ്. ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അഥവാ ഇത് എത്രയിലാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് 2 രീതിയിലാണ് പരീക്ഷ നടന്നിട്ടുണ്ടാവുക. അതായത് ഒന്നുകിൽ നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കിൻ്റെ എക്സാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാവുക ഈ പറഞ്ഞിരിക്കുന്ന 80 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും. അപ്പോൾ 80-ൽ 54 60-ൽ 54 എന്നുള്ള കാര്യം ആദ്യം ഉറപ്പിക്കുക. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉള്ള സബ്ജക്റ്റുകളാണെങ്കിൽ 60 മാർക്കിനും, പ്രാക്ടിക്കൽ ഇല്ല ജസ്റ്റ് തിയറി എക്സാമുകൾ മാത്രമേ ഉള്ളെങ്കിൽ 80 മാർക്കിനായിരിക്കും ഉണ്ടാവുക. ഈ പ്രാക്ടിക്കൽ എക്സാം, സാറേ ഞാൻ പ്രാക്ടിക്കലൊന്നും എഴുതിയിട്ടില്ല, കാരണം ഞാൻ +1 അല്ല പഠിക്കുന്നത്, എനിക്ക് പ്രാക്ടിക്കൽ എക്സാം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് 60 വന്നിരിക്കുന്നത്, ഇതായിരുന്നു നിങ്ങളുടെ അടുത്ത ഡൗട്ട്. അവിടെ ഞാൻ ഉത്തരം പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം വരാൻ പോകുന്നത് എവിടെയാണ്? പ്രാക്ടിക്കൽ എക്സാം +2-ലാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാകും. അപ്പോൾ +2-ൽ പ്രാക്ടിക്കൽ എക്സാമുള്ള സബ്ജക്റ്റിന് നിലവിൽ ഇപ്പോഴും പരീക്ഷ നടക്കുന്നത് എന്താണ്? +1-ലും 60 മാർക്കിന് തന്നെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ പറഞ്ഞ 54 മാർക്ക് അത് 60-ലുള്ള പരീക്ഷയ്ക്കാണോ 80-ലുള്ള പരീക്ഷയ്ക്കാണോ എന്ന് ആദ്യം തീരുമാനമാക്കാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഏതാ ഗ്രേഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണം 54 മാർക്ക് കിട്ടിയത് 60-ലാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം തരോ, ജസ്റ്റ് ഈ പറഞ്ഞ 54-നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നേരെ ഈ പറഞ്ഞതിനെ നമ്മൾ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ശതമാനം മാർക്ക് ഉണ്ടെന്ന് കാണാൻ പറ്റും. എത്ര ശതമാനം മാർക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, A+ കിട്ടാൻ നമുക്ക് വേണ്ട എത്രയാണ്? 90% മാർക്കാണ് പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 80% മുതൽ 89% വരെയാണ്. ബി ഗ്രേഡ് അല്ലെങ്കിൽ B+ എന്ന് പറയുന്നത് ഇതിൽ എത്രയാണ് പറയുന്നത്? 70 മുതൽ 79% വരെ. ദെൻ ബി ഗ്രേഡ് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 60 മുതൽ 69% വരെയും. ദെൻ C+ വരുന്നത് എന്താണ്? ഈ പറഞ്ഞ 50 മുതൽ 59% വരെ. അതുപോലെ സി ഗ്രേഡ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? 40 മുതൽ 49 വരെയും. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ D+ എന്ന് പറയുന്നത് എന്താണ്? അത് 30 മുതൽ 39 വരെയുമാണ് ശതമാനങ്ങൾ വരുന്നത്. ഈ ഒരു ശതമാന കണക്ക് നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ശതമാനം എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഗ്രേഡ് കിട്ടും. ഇപ്പോൾ 54 നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നൊരു ശതമാനം ഇതിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒരു പക്ഷേ ഈ 54 മാർക്ക് 80-ലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്ക് എത്രയാണെന്ന് ജസ്റ്റ് തൊട്ട് താഴെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്ര ചെയ്യേണ്ടുള്ളൂ. ഏതാണോ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അതിൽ നിങ്ങൾക്ക് പരീക്ഷ നടന്ന എത്ര മാർക്കാണോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പെർസെൻറ്റേജിൻ്റെ ഏകദേശം ലെവൽ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ കിട്ടിയിരുന്ന മാർക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ എന്തിൻ്റെ ഗ്രേഡ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ഗ്രേഡ് കണ്ടെത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് പാസ്സാവാൻ ഡബിൾ പാസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അല്ലേ? ഡബിൾ പാസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. ഡബിൾ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഗതി വെച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നിങ്ങളുടെ +1-ൽ നിങ്ങൾ നേടിയ മാർക്ക് തന്നെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് +2-വും പാസ്സായി വരാൻ പറ്റും. അപ്പം +2 എക്സാം ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ആ മാർക്കില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെ മക്കളെ, ഈ പറഞ്ഞത് എനിക്കിപ്പോൾ ഇത്രയൊരു ഗ്രേഡ് ഉണ്ടല്ലോ, ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ ടാർഗറ്റ് ഞാൻ പറഞ്ഞുതരാം. +2 എന്ന് പറഞ്ഞത് നിങ്ങൾ കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാക്കോ +2 എന്ന് പറഞ്ഞാൽ +1-നേക്കാൾ ഡിഫിക്കൽട്ടാണ്. അത് ഞാനല്ല, നിങ്ങൾ ഇതുവരെ +2 പഠിച്ചിറങ്ങിയവരോ അല്ലെങ്കിൽ നിങ്ങളൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് പോലും ചോദിച്ചോളൂ, +2 എന്ന് പറഞ്ഞാൽ +1-നേക്കാൾ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ +1-ൽ നമ്മൾ ജസ്റ്റ് പാസ്സായിരുന്നുവെങ്കിൽ, +1-ൽ നമ്മൾ ജസ്റ്റ് പാസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ +2 ലൈഫ് എന്തായിരിക്കും എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ആലോചിച്ച് നോക്കും കൂടി വേണ്ട, നമുക്കറിയാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, ഈ ജസ്റ്റ് പാസ് കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ +1 പാസ്സായി വന്നിട്ട് കാര്യമില്ല. ഇതെന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ മിനിമം, ഞാൻ ഏറ്റവും കുറഞ്ഞ് പറഞ്ഞു, നിങ്ങൾ മിനിമം ഡബിൾ പാസ് ടാർഗറ്റ് ചെയ്യുക. ഡബിൾ പാസ് ടാർഗറ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താ അറിയോ? ഈ ഡബിൾ പാസ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് പറഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യും? +2 എങ്കിലും പാസ്സാവും. +2 പാസ്സാവാനെങ്കിലും പറ്റും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ട്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് മക്കളെ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടുകളായിട്ട് എജ്യുബോർഡ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തൊട്ട് താഴെ കാണുന്ന ഈ പറഞ്ഞ ലിങ്കുകൾ കാണാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എജ്യുബോർഡിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് എന്താണ് കൃത്യമായിട്ട് വരും വീഡിയോകൾ പറഞ്ഞുതരാം. അപ്പോൾ മറക്കണ്ട, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് പാസ്സാണ് എങ്കിൽ പോലും നിങ്ങൾ ആലോചിക്കുക, ഡബിൾ പാസ് വാങ്ങിയിട്ട് നോക്കുക. ഡബിൾ പാസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രേഡ് വാങ്ങാൻ വേണ്ടി നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് പെടാൻ പോകുന്നത്. വീണ്ടും കാണാം.